കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുടുംബ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ആരും കാണുന്നില്ലല്ലോ. ആരുമില്ലേ ഇവിടെ? ടി വിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരാണാവോ? അല്ല, ആരാ ഇത്? ടോമിയോ? ടീച്ചറെ സുഖമല്ലേ? പൗലോ സാറല്ലേ അകത്ത്? ഇല്ലാതെ എവിടെ പോകാനാ? മോൻ കയറി വാ, ഉള്ളിലേക്കിരിക്കാം. അപ്പച്ചാ, ഇതാരാന്ന് നോക്കിയേ. നീയായിരുന്നോ? ആ, വാ വന്നിരിക്കി. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ മോനെ? വേണ്ട വേണ്ട, ഞങ്ങൾക്കിപ്പോ ഈ ടി വി ആ ഒരു ആശ്വാസം. ആ, വേറെന്തുണ്ട് ടോമി വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങളൊക്കെ ഉണ്ട് സാറേ, അത് പറയാനാ വന്നത്. അറിഞ്ഞു സ്വർണ്ണക്കടയുടെ കാര്യല്ലേ? എന്നാ ഉദ്ഘാടനം? ഉദ്ഘാടനം 16-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി സാറിനും ടീച്ചറിനും എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അത് കൊള്ളാലോ. അതിന് ഞങ്ങളുടെ സൗകര്യം നോക്കിയാണോ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്? അതിന് ഞങ്ങളാണോ ഉദ്ഘാടനം ചെയ്യുന്നത്? നീ ഇതെന്താ ടോമി പറയുന്നേ? സ്വർണ്ണക്കടയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ വലിയ സിനിമാ താരങ്ങളല്ലേ, അല്ലാതെ ഞങ്ങളെപ്പോലെ ആർക്കും വേണ്ടാതെ കിടക്കുന്നവരാണോ? നീ തമാശ പറയരുത് ടോമി. അതെ, സാറും ടീച്ചറും തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് തമാശയൊന്നും അല്ല സാറേ. ഞാൻ വിചാരിച്ച ഏതെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഞാൻ തീരുമാനിച്ചു വേണ്ടെന്ന്. ഇന്നിവിടെ വരെ നല്ല രീതിയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സാറും ടീച്ചറുമാണ്. നിങ്ങളുടെ സന്മനസ്സും സഹായവുമാണ്. അത് ഞാൻ മറക്കില്ല. വളർത്തി വലുതാക്കിയ മക്കൾ ഓർക്കുന്നില്ല, അപ്പോഴാ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ടീച്ചറെ. എനിക്ക് അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ കൊണ്ടല്ലേ ഉദ്ഘാടനം ചെയ്യിക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് അവരില്ലാതായി പോയല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നിങ്ങളാണ്. ലോകത്തെ ഏത് സെലിബ്രിറ്റി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും എനിക്ക് സന്തോഷം നിങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ്. വന്ന് അനുഗ്രഹിക്കണം സാറേ. ഇന്ന് സർവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഭരണകർത്താക്കൾ എല്ലാവരും ചിന്തിക്കുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച്. നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് ഉപയോഗമില്ലാത്ത എന്തോ ഒന്ന് എന്ന് മാതാപിതാക്കളെക്കുറിച്ച്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായ മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. കമ്പോളവൽക്കരണത്തിൻ്റെ കാലമാണ്. ഉപയോഗമില്ലാത്തതൊക്കെ വലിച്ചെറിയുന്ന ശീലം ഇന്നുണ്ട്. ഈ വലിച്ചെറിയൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ഒത്തിരി ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഈ വലിച്ചെറിയൽ മനോഭാവം വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളോടുള്ള ബന്ധത്തിലും മക്കൾക്കുണ്ടാകുന്നു എന്നത് വിഷമകരമാണ്. ഒരുപക്ഷെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നമായി മാതാപിതാക്കളെ കാണുന്ന മക്കളുമുണ്ട്. മക്കൾ ഓർക്കണം, ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എന്താണോ കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന പാഠം. ഇന്ന് കുറ്റകരമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടാൽ നിങ്ങളുടെ മക്കൾ എത്ര കഠിനമായി നിങ്ങളെ അത്തരത്തിൽ കാണുകയില്ല. ഇവിടെ മാതാപിതാക്കൾ തങ്ങളുടെ വാർദ്ധക്യത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർദ്ധക്യത്തിൽ മാറ്റം വരുത്താൻ അവർക്ക് എളുപ്പമല്ല. നല്ല പ്രായത്തിൽ, നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ
നമുക്കൊക്കെ ശീലിച്ച കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ തൻ്റെ നിയന്ത്രണത്തിലല്ലാതെ വരുന്ന കാലത്ത് എങ്ങനെ മാതാപിതാക്കൾക്ക് മാറ്റം വരുത്താൻ പറ്റും? തന്നെയുമല്ല, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആളുകൾ അവരുടെ പെരുമാറ്റ രീതിയെ സംബന്ധിച്ച് ഒരു സൈക്കിളിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ ചിന്താഗതികളിലും മനോഭാവത്തിലും ചെറുപ്പകാലത്തേക്ക് അവർ പോവുകയാണ്. ചില മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കൾ പറയുന്ന കാര്യമുണ്ട്, അപ്പന് അമ്മയ്ക്ക് പിടിവാശിയാണ്. ഇതേ കാര്യം തന്നെയല്ലേ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾ പുലർത്തിയത്? ആ മാതാപിതാക്കളുടെ മുമ്പിൽ പിടിവാശി പുലർത്തിയിട്ടില്ലേ? ചില മക്കൾ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്ന കാര്യം ഓർമ്മയില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നില്ല. നമുക്ക് ആരോഗ്യമുള്ള ഈ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾക്ക് അതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ തങ്ങളുടെ വാർദ്ധക്യം അവരിൽ കണ്ടുകൊണ്ട് പരിഗണിക്കാൻ സാധിക്കും. ഇത് ഞാൻ പറയുമ്പോൾ പഴയൊരു കഥയോർക്കും. പാക്കനാരുടെ കഥയാണ്. പാക്കനാർ അന്നത്തെ ജോലി കഴിഞ്ഞ് കിട്ടിയ കൂലിയുമായി നടന്നു പോകുന്നു. ഇടയ്ക്കൊരു മരത്തണലിലിരുന്ന് വിശ്രമിക്കുകയാണ് പാക്കനാർ. അപ്പോൾ കൂടെ നടന്നു വന്ന ആളും പാക്കനാരുടെ കൂടെ ഇരുന്ന് വിശ്രമിക്കുന്നു. പാക്കനാരോട് ചോദിച്ചു, പാക്കനാരെ ഇന്ന് എന്ത് കൂലി കിട്ടി? പാക്കനാർ പറഞ്ഞു, എനിക്ക് 3 അണ കിട്ടി. ഈ കൂടെ ഇരുന്നയാൾ ചോദിച്ചു, ഈ 3 അണ കൊണ്ട് താങ്കൾ എന്ത് ചെയ്യും? പാക്കനാർ സന്തോഷത്തോടു കൂടി പറഞ്ഞു, 1 അണ ഞാൻ കടം വീട്ടും, 1 അണ കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കും, 1 അണ ഞാൻ കടം കൊടുക്കും. കൂടെ ഇരുന്നയാള് ഇത് വ്യക്തമായി മനസ്സിലാക്കിയില്ല. അയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലല്ലോ. പാക്കനാർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ 1 അണ കൊണ്ട് ഞാൻ കടം വീട്ടുമെന്ന്. എൻ്റെ അപ്പനും അമ്മയും ചെറുപ്പകാലം മുതൽ എന്നെ വളർത്തിയപ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം എനിക്ക് നൽകി. അവർ തന്നത് ഞാൻ തിരിച്ചു കൊടുക്കാനുണ്ട്. ആ 1 അണ കൊണ്ട് എൻ്റെ അപ്പനോടും അമ്മയോടുമുള്ള കടപ്പാട്, ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നു. അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നു. അവർക്ക് വേണ്ടുന്നതെല്ലാം ആ 1 അണ കൊണ്ട് ഞാൻ ചെയ്യുന്നു. 1 അണ ഞാൻ കടം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ മക്കൾക്കാണ് ഞാൻ കടം കൊടുക്കുന്നത്. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നത് അവർ തിരിച്ചു തരണം. ഒപ്പം ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നതിനായി 1 അണ പ്രയോജനപ്പെടുത്തുന്നു. ഈ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കടം വീട്ടലും കടം കൊടുക്കലും ഒക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പനും അമ്മയ്ക്കും മക്കളെ വളർത്തുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇവരെ വളർത്തി വലുതാക്കിയ ശേഷം ഈ അപ്പനും അമ്മയും വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോഴും മക്കളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അത് അവരുടെ അവകാശമാണ്, പക്ഷേ മക്കളുടെ കടമയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് മക്കൾ കടമകൾ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം അതുവഴി സന്തുഷ്ടനാവുകയാണ്. കാരണം നിനക്ക് അപ്പനെയും അമ്മയും നൽകിയത് ദൈവമാണ്. ഇഹലോകത്തിൽ ദീർഘകാലം ജീവിച്ചിരിപ്പാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അപ്പനെയും അമ്മയും ആദരിക്കുക എന്ന് പറയുമ്പോൾ ഇക്കാര്യം അവിടെ ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായി സന്നദ്ധരാകുന്ന മക്കൾ അവരുടെ വാർദ്ധക്യത്തിലെ വിവിധ ആവശ്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറയും, അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ മക്കൾക്ക് സാധിക്കണം. ഒപ്പം അവരുടെ മാനസികവും വൈകാരികവുമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നത്. അവരുടെ ലൗകികമായ അല്ലെങ്കിൽ ശാരീരികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല.
പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രപരമായ ശ്രദ്ധ, ഇതെല്ലാം ശാരീരികമായ കാര്യത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വൈകാരികവും മാനസികവുമായ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സന്തോഷകരമായി ജീവിക്കാൻ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയുടെ മാനസിക വൈകാരിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നത്. പ്രധാനമായ വൈകാരിക മാനസിക ആവശ്യം എന്താ? സ്നേഹിക്കപ്പെടുക. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന അതല്ലേ? സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, തന്നെ കേൾക്കാനായി തൻ്റെ മക്കൾ കൂടെ ഉണ്ടാവുക, ഇതെല്ലാം എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ആധ്യാത്മിക ആവശ്യം. മാതാപിതാക്കളുടെ ആധ്യാത്മിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട് പ്രേക്ഷകരിൽ? ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഒത്തിരിയേറെ സമ്മർദ്ദങ്ങൾ നൽകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും മാതാപിതാക്കളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. പള്ളിയിൽ അവരെ കൊണ്ടുപോകുന്ന കാര്യത്തിലാവാം, സമയത്ത് കൂദാശകൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാവാം, കുടുംബ പ്രാർത്ഥനയിൽ അവരോടൊപ്പം ചേരുന്ന കാര്യത്തിലാവാം. ഇവിടെ എനിക്ക് വേദനാജനകമായ ഒരു കാര്യം ഓർമ്മിക്കാനുണ്ട്. അതിതാണ്, നമ്മുടെ മാതാപിതാക്കളിൽ ചിലരെങ്കിലും രോഗിലേപനം സ്വീകരിക്കാതെ ഇന്ന് മരണമടയുന്നുണ്ട്. പണ്ടൊക്കെ മക്കൾക്ക് എത്ര കണ്ട് ശ്രദ്ധയുണ്ടായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മധുരതരമായ ഓർമ്മകളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നവരിലുണ്ടാവും. മാതാപിതാക്കളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നത് മക്കളായിട്ടുള്ള വ്യക്തികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ കുട്ടിക്കാലത്ത് ഈ അപ്പനും അമ്മയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറന്നും അവരുടെ സുഖം മറന്നും നമുക്ക് വേണ്ടത് ചെയ്തിട്ടുണ്ട്. ഈയിടെ ഒരു സ്നേഹമുള്ള മകൻ എന്നോട് പറഞ്ഞത് അതാണ്. അച്ഛാ, പപ്പ മരിച്ചുപോയി, മമ്മി ജീവിച്ചിരിപ്പുണ്ട്, എന്നാലും മമ്മിക്ക് അങ്ങേയറ്റം സ്നേഹം കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ഈ മാവൻ പറയുക, ഞങ്ങൾ എത്ര കണ്ട് മമ്മിക്ക് സ്നേഹം കൊടുത്താലും മമ്മി ഞങ്ങൾക്ക് തന്നതിനനുസരിച്ച് ഒരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല അച്ഛൻ. ഇത് സ്നേഹമുള്ള ഒരു മകൻ്റെ വികാരത്തോടുകൂടെയുള്ള അനുഭവ സാക്ഷ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാലം വരെയും ആ ജീവിതം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവം ആദരിക്കുന്ന രീതിയിൽ ജീവനെ ആദരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കൊടുക്കുവാൻ അവരുടെ സാന്നിധ്യം എത്രയോ അനുഗ്രഹപ്രദമാണ്. സാധാരണ പറയാറുണ്ട്, അമ്മയുടെ വിലയറിയുന്നത് അമ്മ ഇല്ലാതാകുമ്പോഴാണ്. വല്യപ്പൻ്റെയും വല്യമ്മയുടെയും സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാത്ത കൊച്ചുമക്കളൊക്കെ ഇന്ന് എത്രയോ പേര് വഴിതെറ്റി പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളുടെ അസാന്നിധ്യം മൂലം ബുദ്ധിമുട്ടുന്ന അപ്പനും അമ്മയും പറയും, ഇങ്ങനെ ഒരു വല്യപ്പൻ വല്യമ്മ പ്രായത്തിലെത്തിയ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എത്ര കണ്ട് അവർ ശ്രദ്ധിച്ചേനെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് ദൈവം നൽകിയ ഒരു പുണ്യമാണ് വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾ. അവരുടെ രോഗാവസ്ഥയിൽ മക്കൾ, കൊച്ചുമക്കൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ദൈവത്തിൻ്റെ കൃപ ആ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ സമ്പന്നമാകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കേൾക്കും. അത്തരത്തിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാതാപിതാക്കളെ, മുതിർന്നവരെ ആദരിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ നമുക്ക് സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയാണ്. ഈ ഒരവസ്ഥ സംജാതമാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. ഇത്തരത്തിൽ മാതാപിതാക്കളെ ആദരിക്കുന്ന, ജീവനതുല്യം കാണുന്ന ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം.
നല്ല മാതാവേ മരിയേ നിർമ്മല മറിയൗസേ പിതാവേ നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിടാ കുമ്പിടുന്നേ. ഞങ്ങൾ കുന്നംകുളം അടുത്ത് ചൊവ്വന്നൂർ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടും പേര് മണ്ടുമ്പാൽ എന്നാണ്. ഞങ്ങളുടെ അപ്പാപ്പൻ്റെ പേര് MK ഫ്രാൻസിസ്, അമ്മാമ്മയുടെ പേര് സാറാമ്മ. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും കൂടി 5 ആൺകുട്ടികളാണ്. അതിൽ മൂത്ത മകൻ കൊച്ചുവാർണിയുടെ മക്കളാണ് ഞങ്ങൾ. 6 മക്കളാണ് ഞങ്ങൾ, 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അപ്പച്ചൻ 2000 മരിച്ചു. അമ്മയ്ക്ക് 84 വയസ്സായി. അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നല്ല പറയാനുള്ളത്, കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ വിഷമത്തിലൊക്കെ അമ്മയുടെ പ്രാർത്ഥന അത്രയധികം ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ അപ്പച്ചൻ്റെ അപ്പാപ്പൻ പാർട്ടീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത് ഞങ്ങളുടെ വീടെല്ലാം ഞങ്ങൾക്ക് കടക്കാർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഇളയപ്പൻ ഞങ്ങളെ സഹായിച്ചു. അവിടെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ദൈവം ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയില്ല, അതേ വീട്ടിൽ ഞങ്ങളെ താമസിപ്പിച്ചു. ഇളയപ്പൻ വീട് വാങ്ങി തന്നു. അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളതിനെ ഈ ദിവസം വരയ്ക്കും ഞങ്ങളതിനെ കൊണ്ടുപോയിട്ടുള്ളത്. സാമ്പത്തിക തകർച്ചകൾക്ക് ശേഷം 2005 ആകുമ്പോഴേക്കും ഞങ്ങൾക്കതെല്ലാം ദൈവം തിരിച്ചു തന്നു. അമ്മയുടെ പ്രാർത്ഥനയുടെ വലിയ ഫലമായിരുന്നു ഞങ്ങൾക്കതെല്ലാം തിരിച്ചു കിട്ടിയത്. അമ്മ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പച്ചൻ കിടന്നിരുന്ന റൂമിലും തമ്പുരാൻ്റെ പ്രാർത്ഥനാ മുറിയും അപ്പച്ചനും അമ്മയും കിടന്നിരുന്ന റൂമിയും ഞങ്ങളുടെ തറവാട്ടിലൊരു റൂമായിരുന്നു. അപ്പോൾ അവിടെ തമ്പുരാൻ്റെ മുഖം കണ്ട് പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രാർത്ഥിക്കാനും അവിടെ വിട്ടു പോരാൻ അമ്മയ്ക്ക് സാധാരണ രീതിയിൽ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെ അമ്മ ഒരു വീട്ടിൽ മാത്രം നിൽക്കുമ്പോൾ, അനുജൻ്റെ വൈഫ് ജോലിക്ക് പോകുന്ന ടീച്ചറാണ്, അപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നമുക്ക് എല്ലാ വീടുകളിലും മാറി ഓരോ മാസം നിൽക്കാം എന്ന് ഒരു സജഷൻ ഞാൻ പറഞ്ഞു. എല്ലാവരും അത് അംഗീകരിച്ചു. അതിനുശേഷം ഓരോ മാസം അമ്മയ്ക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു തുടക്കത്തിൽ എല്ലാ വീടുകളിലേക്കും മാറിപ്പോവാനൊക്കെ. എന്നിരുന്നാലും അമ്മ എല്ലാ വീടുകളിലേക്കും ഓരോ മാസം മാറിപ്പോയി. ആദ്യം അമ്മയ്ക്ക് വിഷമമുണ്ടെങ്കിലും പക്ഷേ എല്ലാ വീടുകളിലും അമ്മ മാറി കഴിഞ്ഞു. അമ്മയ്ക്ക് സ്വത്തൊന്നുമില്ല, ഒരു പൈസ അമ്മയുടെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. പക്ഷെ എല്ലാ മക്കൾക്കും അമ്മേനെ വേണം. കാരണം അമ്മ അവിടെ വീട്ടിൽ വന്ന പ്രാർത്ഥിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളും അമ്മ ചെയ്യണത് എല്ലാ മക്കൾക്കും ആവശ്യമായിരുന്നു, അവരുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണത്. അപ്പോൾ അമ്മ വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ എല്ലാ വീട്ടിലും അവർക്കൊക്കെ അത് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എല്ലാവരും വേണമെന്ന് പറഞ്ഞിരുന്നത്. ആയിരത്തി 1932 ജനിച്ചു. മറ്റേ ഹൈസ്കൂളിൽ പഠിച്ചു, സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അത് 9 വരെ പഠിച്ചു, തോറ്റു. മടത്തി പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ തോറ്റപ്പോൾ അവർ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കല്യാണം തീരുമാനിച്ചത്. ആ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് സമാധാനത്തിൽ മക്കളായിട്ട് ജീവിക്കണം. ആയിരത്തി 1990 ഞങ്ങളെ കല്യാണം കഴിയണത്. 25 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് അന്ന് തൊട്ട് അമ്മയുടെ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മ എല്ലാ കാര്യത്തിലും വളരെയധികം അടുക്കും ചിട്ടയും എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആൾ ചെയ്യാറ്. അതുമാതിരി ഭക്ഷണം പാകം ചെയ്യണതും ഒക്കെ നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യണത് ആൾക്ക് നിർബന്ധമുണ്ട്. അത് നന്നായിട്ട് കൊടുക്കാനും ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മിനിറ്റ് പോലും ആൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആൾ. അമ്മയ്ക്ക് ഒരു കാര്യത്തിലും ഒന്നിനും ഒരു പരാതി അമ്മ പറയാറില്ല. അല്ലാതെ നമുക്കിപ്പോൾ ചെയ്യുന്നതനുസരിച്ച് അമ്മ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും സാധാരണ.
പിന്നെ ഓരോ വീട്ടിൽ നിന്ന് മാറി വന്നാലും അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ അതില്ല അങ്ങനെയൊന്നും അമ്മ പറയാറില്ല. അമ്മയുടെ രീതിക്ക് അനുസരിച്ച് അമ്മ അങ്ങനെ പോവും. ആത്മാശാരീരേന്ദ്രിയങ്ങളായ ദിസ്മരണാദേവ ശങ്ങളെയും. അമ്മാമ്മേനെ ഞങ്ങൾ അമ്മ എന്നാണ് വിളിക്കുക. അമ്മാമ്മ, ഞാൻ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തറവാട്ടിലായിരുന്നു. അപ്പോൾ 7 മണിക്ക് ആകുമ്പോഴേക്കും അമ്മ ഞങ്ങളെല്ലാവരെയും വിളിച്ച് 7 മണിയാകുമ്പോൾ കുരിശ് വരയ്ക്കാൻ വേണ്ടി വിളിക്കും. അപ്പോൾ ഞങ്ങളും അമ്മാമ്മയും കൂടി കുരിശൊക്കെ വരയ്ക്കും. അതിനുശേഷം ഞാൻ 5 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട് മാറി താമസിച്ചു. അതിനുശേഷം പഠിപ്പൊക്കെ ആണെങ്കിലും 7 മണിയാകുമ്പോൾ ഞങ്ങൾ മുടങ്ങാതെ കുരിശ് വരയ്ക്കും. അതിനുശേഷം ഹോസ്റ്റലിൽ പോവുകയാണെങ്കിലും പറ്റണ ദിവസങ്ങളിലൊക്കെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് സമയത്തിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും പ്രാർത്ഥന കൊന്ത ചെല്ലണത് മുടക്കാറില്ല. പിന്നെ അമ്മാമ്മയ്ക്ക് നിർബന്ധമായിരുന്നു കൊന്ത ഇടണം. അങ്ങനെ അതിൻ്റെ ഒരു സംരക്ഷണം എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ അമ്മാമ്മ ഇപ്പോൾ കാറിൽ പോവുകയാണെങ്കിലും പ്രാർത്ഥനകൾ, കൊന്തകൾ അതെല്ലാം ഇപ്പോൾ ലോങ് ഡ്രൈവൊക്കെ ആണെങ്കിൽ എന്തായാലും അമ്മാമ്മ ചൊല്ലിയിരിക്കും. ചെറിയൊരു അസുഖം വരികയാണെങ്കിലും അമ്മ അപ്പം അടുത്ത് വിളിച്ച് പറയും, ഞാൻ കുരിശ് വരച്ച് തരാം, അപ്പോൾ അത് മാറും. അപ്പോൾ ഞങ്ങളാണെങ്കിലും ഓരോരുത്തരും ചെല്ലും, ഇന്ന സ്ഥലത്താണ് വേദന അല്ലെങ്കിൽ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അമ്മ അപ്പം തന്നെ കുരിശൊക്കെ വരച്ചെന്ന് ഞങ്ങൾക്ക് കുറേ കയറും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മാമ്മയുടെ. എനിക്ക് അമ്മയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, ഞങ്ങൾ കുറച്ച് നാളായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നോർത്ത് ഇന്ത്യ മുഴുവൻ സ്ഥലങ്ങളിൽ, അതായത് ജയ്പൂർ, ഡൽഹി, അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു സർവീസ് ആളുടെ. അവിടുന്ന് ഞങ്ങളിപ്പോൾ ഒരു 2009 ഇവിടെ നാട്ടിൽ വന്ന് വീട് വെച്ചത്. അങ്ങനെ വീട് പണിയുടെ സമയത്ത്, വാർപ്പ് നടക്കുന്ന സമയത്ത് ഭയങ്കര ശക്തിയായിട്ടുള്ള മഴ. അപ്പോൾ ആ മഴയുടെ സമയത്ത് ഈ സിമെൻറ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം, ഇതെന്താ ഇതിങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആളാണെങ്കിൽ തലേ ദിവസം ഡൽഹിക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വന്നാലും തലേ ദിവസം ആൾ ഡൽഹിക്ക് പോയി. പക്ഷെ വാർപ്പിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്ത കാരണം അവരത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഭയങ്കര മഴ, എനിക്ക് ആകെ വിഷമമാണ്, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയണില്ലല്ലോ, നീ എന്തിനിങ്ങനെ ആലോചിച്ചിരിക്കണം, വേഗം ആ കൊന്ത എടുത്തിട്ട് കൊന്ത ചെല്ലേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുവരെ എനിക്ക് ആകെ ഒരു വിഷമം കൊണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ട് കൊന്ത എടുത്ത് വേഗം ഞാൻ കൊന്തയൊക്കെ ചൊല്ലി. കൊന്ത തീർന്നു എന്ന് പറയാം, തീർന്നില്ല എന്ന് തന്നെ പറയാം. അതിനായിട്ട് മുമ്പ് മഴ നിന്നു. മഴ നിന്നപ്പോൾ എനിക്കെന്നെ അതിശയായി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, ഈ കൊന്തയ്ക്ക് ഇത്ര അധികം ശക്തി ഉണ്ടല്ലോ എന്ന്. കൊന്ത ചൊല്ലി കഴിയുമ്പോഴേക്കും മാതാവ് ഇത്ര അധികം ഒരു പ്രത്യക്ഷം ചെയ്ത മാതിരിയാണ്. അങ്ങനെ നിൽക്കണ സമയത്ത് എനിക്ക് ഭയങ്കര ആശ്വാസമായി. എന്നിട്ട് ഈ വാർപ്പിൻ്റെ സകല സംഗതികളും കഴിഞ്ഞ് രാത്രി, ഇനി എപ്പം നമുക്ക് വാർപ്പിൻ്റെ മഴയുടെ ആവശ്യമുണ്ട്, വെള്ളം നനവ്, ആ സമയത്താണ് പിന്നെ മഴ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു അത്ഭുതം നടന്നു. ആ സമയത്ത് ആൾ തലേദിവസം ഡൽഹിക്ക് പോയിരിക്കായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളത് ആൾ തന്നെ പറയൂ എന്താണെന്നുള്ളത്. ഇല്ല, ഞാനപ്പോൾ ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇൻസിഡൻറ്റ് ഫോണിൽ കൂടെ കേട്ടു അതിന് ശേഷം. അപ്പോൾ ആദ്യം എന്നോട് മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അറിഞ്ഞു. ഞാനത് ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് അത് അയച്ചു കൊടുത്തു. കാരണം അവരും അറിയണമല്ലോ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത്. എൻ്റെ മകന് 2014 നവംബറിൽ ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അമേരിക്കയിലായിരുന്നു അവൻ അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചൊരു ഓപ്പറേഷൻ നടന്നു. അതിനുശേഷം ഇതിപ്പോൾ ഈ 2015, അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു അതിനോട് ചേർന്നിട്ട്. പക്ഷേ ആ ഒരു വർഷം ഞങ്ങൾ അമേരിക്കയിലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും. അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ വിഷമങ്ങൾ പലതും അവിടുത്തെ ആ സിറ്റുവേഷനിൽ അമ്മയോട് പ്രാർത്ഥന റിക്വസ്റ്റുകളും അമ്മയോട് പ്രത്യേകം പറയാറുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയുടെ ബലം ഞങ്ങൾക്ക് ആ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു ധൈര്യം അവിടെ ഇരിക്കുമ്പോൾ ഈ അവസാനം വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ പേര് പോൾസൺ. ഞാൻ അമ്മയുടെ 4ാമത്തെ മകനാണ്. എനിക്ക് അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഞാൻ നല്ല കുറുമ്പനായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അമ്മയുടെ ശാസന അടി, നല്ല അടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എനിക്ക് അമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ വലുതായി, നമ്മുടെ മക്കൾ അതുപോലെ ഇപ്പോൾ മക്കൾ കുറുമ്പണ് കാണിക്കുമ്പോഴാണ് നമുക്ക് അമ്മയുടെയൊക്കെ ആ ശാസന എന്താണെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് മക്കളെ തല്ലാൻ പറ്റുന്നില്ല, പക്ഷേ തല്ലി വളർത്തുമ്പോഴാണ് നമ്മൾ നന്നായി വളരുന്നത്. പിന്നെ പ്രാർത്ഥനയൊക്കെ ചെറുപ്പത്തിൽ കാറ്റീസത്തിനും സൺഡേ സ്കൂളിലേക്കും എല്ലാത്തിനും എണ്ണിപ്പിച്ച് ആൺകുട്ടികളായ കാരണം നിർബന്ധിച്ച് സ്കൂളിലേക്കൊക്കെ വിടുമായിരുന്നു. ഇനി അമ്മയെക്കുറിച്ച് പറയാൻ എന്നെക്കാട്ടി യോഗ്യത ഭാര്യയ്ക്കാണ്. അവർ പറയട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആദ്യം ഓടിയെത്തുക ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്കായിരിക്കും. അമ്മ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്കോ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോകാറുള്ളൂ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ടുവരുമ്പോഴേക്കും അസുഖം മാറിയിരിക്കും കുഞ്ഞിൻ്റെ. എൻ്റെ പേര് വിൽസൺ. ഞാൻ അമ്മയുടെ 5ാമത്തെ മകനാണ്. ഞാൻ അമ്മയുടെ ഇളയ മകനായ കാരണം കുറച്ച് എനിക്ക് ലാളന കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കളേന് എല്ലാവരേന് ഉച്ചിരിഞ്ഞിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലിക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. അവരൊക്കെ ഓടി കളിക്കുമ്പോൾ 7 മണിയാകുമ്പോഴേക്കും ഇവർ എന്നെ വിളിച്ച് പ്രാർത്ഥന എത്തിക്കൽ ഭയങ്കര കമ്പൽസറിയാണ്. അത് കഴിഞ്ഞാൽ അവരതിൻ്റെ അനുസരിച്ച് അവരും പിന്നെ അമ്മ ഇല്ലാത്ത സമയങ്ങളിൽ അവരത് തന്നെ ആ നേരത്ത് തന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് പ്രാർത്ഥന എത്തിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഓരോ മാസം മാറിയിട്ടാണ് നിന്നിരുന്നത് അമ്മ. ഇപ്പോൾ അമ്മ ഒരു പ്രാവശ്യം ചേട്ടൻ പറഞ്ഞു ഞാൻ അവിടെ അമ്മേനെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു അത് വേണ്ട, കാരണം പിള്ളേർക്ക് അമ്മയുടെ കുറേ കാര്യങ്ങൾ അമ്മയുടെ നിന്ന് അറിയണമെങ്കിൽ അമ്മ വന്നേ പറ്റൂ. അപ്പോൾ എല്ലാവരും മാറി നിൽക്കണമെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞപ്പോൾ മാസം മാറി നിൽക്കണോ. പിന്നെ ഈ അമ്മയ്ക്ക് വേറൊരു പ്രത്യേകതയുള്ളത്, അമ്മയ്ക്ക് തലവേദന അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എൻ്റെ നെറ്റിമേ കുരിശ് വരച്ച് അത് കുറച്ച് ഭേദമാവണമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എൻ്റെ ഭാര്യ പറയുന്നതായിരിക്കും. എന്നെ കൂട്ടുകുടുംബത്തിലേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളത് അമ്മ ഒരാളോടും ഒരു പക്ഷപാതമൊന്നും ഇല്ലാതെ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും ശാന്തമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒത്തൊരുമയും സ്നേഹവും തന്നെ ഇപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസമെങ്കിലും ആ ഒത്തൊരുമയും ഐക്യം ഇപ്പോഴും കൂടിയിട്ടുള്ളൂ. അതിനൊക്കെ കാരണക്കാരി എത്രയായാലും അമ്മ തന്നെയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചേട്ടത്തിയാരുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭർത്താവിന് 2.5 വയസ്സുള്ളൂ. ഒരമ്മേനെ പോലെയാണ് ആൾ നോക്കിയിരുന്നത്. ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അമ്മയുടെ പ്രാർത്ഥനയോണ്ടാണ്. കല്യാണം കഴിച്ച് വരുമ്പോൾ അമ്മ പറയാറുണ്ട് 3:30 എനിക്ക് ആൾ 3 കൊന്തെത്തിക്കും, അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഉറങ്ങും, പിന്നെ എനിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയമാണ്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അതിലൊക്കെ കാര്യമുണ്ട്. എല്ലാവരുടെയും ഐശ്വര്യം അതിൽ തന്നെയാണ് നിൽക്കുന്നത്, അമ്മയുടെ പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആൾ ദിവസവും ഓരോ കൊന്തെത്തിക്കും. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു തന്നത് ചേർത്തുകാരാണ്. ജോയി പറയാറുണ്ട് ചേർത്തുകാർ ഈ വീടിൻ്റെ പവർ ഹൗസാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അമ്മയുടെ ഏറ്റവും കുഞ്ഞുമോളാണ് ഞാൻ, 6ാമത്തെ മകളാണ്. എനിക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത്, അപ്പച്ചൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ കടയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ വിഷമിച്ചിട്ടായിരിക്കും ഇറങ്ങുക. ആ സമയങ്ങളിലെല്ലാം അമ്മ ഒപ്പം പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ സമാധാനമായിട്ട് പോകുമ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. അതുപോലെ തന്നെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ അതിൻ്റെ ആശ്വാസം ഉണ്ടായെന്നുള്ളത് എൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഞാനത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ അമ്മയുടെ ഈ വാക്കുകൾ എന്നെ വളരെയധികം ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു ചിത്രം അമ്മയെക്കുറിച്ച്, ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് കൂട്ടുകുടുംബമാണ്. ഒരു മോൻ വന്ന് അല്ലെങ്കിൽ ഒരു മോള് വന്ന് എന്തെങ്കിലും സാധനം അടുക്കളയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ആ സാധനം ആളുടെ ടേസ്റ്റ് അനുസരിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ സാധനം കഴിഞ്ഞു എന്ന്.
അടുത്ത മകൻ വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ സാധനം പിന്നെ എവിടെ നിന്ന് വരണേന്നറിയില്ല, പക്ഷെ അമ്മ അവർക്കത് സമൃദ്ധമായി കൊടുക്കും. പിന്നത്തെ ആൾ വരുമ്പോൾ ആ ആൾക്കും കൊടുക്കാൻ അമ്മേരയിലുണ്ടായിരിക്കും. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പരിശുദ്ധ അമ്മ മാതാവിനോട് ചോദിക്കുന്ന സമയത്ത് ഏത് വിഷയങ്ങൾ ചോദിക്കുന്നവർക്കും അതാത് രീതിയിൽ കൊടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് പലപ്പോഴും എനിക്ക് ഈ അമ്മയെക്കുറിച്ച് പറയാനുള്ളത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനമാണ് ജീവനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് നൽകിയ മഹോന്നതമായ അനുഗ്രഹമാണ് വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോഴും കരുണയോടെ സമീപിക്കാൻ, ശുശ്രൂഷിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പുണ്യപ്പെട്ട ജീവിതത്തിലൂടെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ ശുശ്രൂഷിച്ച അവർക്ക് അവിടുത്തെ കൃപയും കാരുണ്യവും അനന്തമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥ്യം യാചിക്കുന്ന പരിശുദ്ധ അമ്മേ മാർ യൗസേപ്പിതാവേ, നിങ്ങളുടെ മാധ്യസ്ഥ്യവും പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമാറാകണമേ. ആമേൻ. വിശുദ്ധീകരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു നിന്റെ കുടുംബത്തെ. പതിയും പത്നിയും ഒന്നിച്ചു ചേർന്ന് തിരുഹിതം നിറവേറ്റിടണം. വിശുദ്ധീകരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു നിന്റെ കുടുംബത്തെ. പതിയും പത്നിയും ഒന്നിച്ചു ചേർന്ന്